നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നല്ല വാൾപേപ്പറുകൾ അപ്ഡേറ്റ് ചെയ്യലുണ്ട്. അത് വേണമല്ലോ, ഫോൺ ഒരേ ലുക്കിൽ തന്നെ ആയാൽ ശരിയാകില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് വാൾപേപ്പറൊക്കെ ഒന്ന് മാറ്റിയാലാണ് ഫോണിൻ്റെ ലുക്ക് ഒരു വെറൈറ്റി ലുക്കിൽ പുതിയ പുതിയ വാൾപേപ്പർ കിട്ടുന്ന നേരം നമുക്കത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഒരു ലൈവ് വാൾപേപ്പറാണ്. ഒരു കാര്യം പ്രത്യേകം പറയാന്ന്, ലൈവ് വാൾപേപ്പർ ഉപയോഗിച്ചാൽ ബാറ്ററി കൺസ്യൂം കൂടുതലായിരിക്കും. പക്ഷേ വേറൊരു കാര്യമുള്ള എന്താ, ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഫോണുകൾ അധികവും ബാറ്ററി ബാക്കപ്പ് കൂടുതലാണ്. അത് മാത്രമല്ല ഫാസ്റ്റ് ചാർജിങ്ങും കൂടി ഉള്ളതുകൊണ്ട് ബാറ്ററിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു പ്രശ്നമേ വരുന്നില്ല. നമുക്ക് ഈ ലൈവ് വാൾപേപ്പർ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. മാണ്ടിയോല് മാത്രം സെറ്റ് ചെയ്താൽ മതി, മാണ്ടാത്തോല് മാണ്ടിയോലുണ്ടാവും, ഓലിക്ക് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. ഈ ലൈവ് വാൾപേപ്പറിൻ്റെ പേര് വേവ് ലൈവ് വാൾപേപ്പർ എന്നാണ്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം ഡൗൺലോഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കണേ. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ അവർ അവിടെ ഇതിൽ നമുക്ക് കീബോർഡ് അപ്ലൈ ചെയ്യാം. എങ്ങനെ കീബോർഡ് അപ്ലൈ ചെയ്യുക എന്നുള്ള വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിക്ക്. അടിപൊളി കീബോർഡ് ഇതിൽ ഉണ്ട്, സൂപ്പർ കീബോർഡാണ്. അത് ചാനലൊന്ന് ചെക്ക് ചെയ്താൽ വീഡിയോ കിട്ടും, അതൊന്ന് കണ്ടു നോക്കാം. രണ്ടാമത്തെ ടാബിൽ അപ്ലൈ വാൾപേപ്പർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്കത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഇഷ്ടംപോലെ വാൾപേപ്പറുകളുണ്ട്. പക്ഷേ ഇതൊക്കെ ഒന്നും ഫ്രീ അല്ല കേട്ടോ. ഇതൊക്കെ അൺലോക്ക് ചെയ്യണമെങ്കിൽ ഇതിലുള്ള കോയിൻസ് എടുക്കണം. കോയിൻസ് ഒന്നിക്കൽ നമ്മൾ ഇതിൽ നിന്ന് ഗെയിം കളിച്ചെടുക്കണം, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യണം. അത് വേണ്ട, നമുക്ക് കുറച്ച് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യാം. കുറേ ഇങ്ങോട്ട് പോട്ടെ, കുറച്ചേറെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫ്രീ ആയിട്ടുള്ളതാണ്. അൺലോക്ക് ചെയ്യണേ നമ്മൾ ജസ്റ്റ് ഒരു പരസ്യം കണ്ടാൽ മതി. ഇപ്പോൾ ഈ വാൾപേപ്പർ കണ്ടോ, എന്താ അതിൻ്റെ ഒരു സ്റ്റൈലല്ലേ, രണ്ട് കൈ, അതിൻ്റെ കളർ ബാക്ക്ഗ്രൗണ്ട്, കളർഫുള്ളായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ അതുപോലെ ഒരുപാടുണ്ട്. ഇതൊരു സ്നേക്കാന്ന് തോന്നുന്നു, ആ സ്നേക്ക്, ഇതും സ്നേക്കാന്ന്, ഗോൾഡൻ സ്നേക്ക്. സൂപ്പർ വാൾപേപ്പറുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഫിഷ്, എനിക്ക് ഫിഷ് ഭയങ്കര ഇഷ്ടമാണ്, കാണുന്നതിനും ഇഷ്ടമാണ്, തിന്നതിനും ഇഷ്ടമാണ്. നമുക്ക് ഫിഷിനൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇതും ഫ്രീ ആണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ അൺലോക്ക് എന്നുള്ളിടത്തിൽ താഴെ ഫ്രീ എന്ന് കാണിക്കുന്നൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. നമുക്കിതൊന്ന് അൺലോക്ക് ചെയ്യാം. അൺലോക്ക് ചെയ്യണമെങ്കിൽ ഒരു ചെറിയ വീഡിയോ കാണണം, പരസ്യം കാണണം. ആ പരസ്യം ഒന്ന് കാണുക. പരസ്യം കഴിഞ്ഞാൽ ഡൗൺലോഡിങ് തീം എന്ന് പറഞ്ഞ് കാണിക്കും. അത് ഡൗൺലോഡ് ആകുന്നവരെ വെയിറ്റ് ചെയ്യുക. നമ്മളെ തീം ഡൗൺലോഡ് ആയി കഴിഞ്ഞ് ഇനി നമുക്കിവിടെ താഴെ അപ്ലൈ എന്നുള്ള ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മളെ ഫോണിൽ സെറ്റ് വാൾപേപ്പർ എന്ന് കാണിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമുക്ക് ഹോം സ്ക്രീനിൽ മതിയോ അല്ല ലോക്ക് സ്ക്രീനും ഹോം സ്ക്രീനും വേണമെന്ന് രണ്ട് ഓപ്ഷൻ ചോദിക്കും. ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രേ വേണ്ടു, നമ്മളെ ലൈവ് വാൾപേപ്പർ അവിടെ സെറ്റായി. ഇനി നമ്മളിതൊന്ന് നോക്കുക സെറ്റായിട്ട് എങ്ങനെ ഉണ്ടെന്ന്. വാ, എന്താ സ്റ്റൈലല്ലേ, അടിപൊളി. മീനുകൾ ഇങ്ങനെ പറന്ന് നടക്കുന്നു. ഇത് മാത്രമല്ല കേട്ടോ, ഇഷ്ടംപോലെ വാൾപേപ്പറുകളുണ്ട്. ഇനി നമുക്കിതൊന്ന് ബാക്ക് ചെയ്യാം. ബാക്ക് ചെയ്താൽ പിന്നെ നമുക്ക് ഇങ്ങനെ അത് കാണുക, ഓരോ കാറ്റഗറിയിൽ ഇഷ്ടംപോലെ വാൾപേപ്പറുകളുണ്ട്. ഇഷ്ടമുള്ള വാൾപേപ്പറുകൾ നമുക്ക് ഉപയോഗിക്കാം, ഫ്രീ ആയിട്ടുള്ളത്. ഫ്രീ അല്ലാത്തത് നിങ്ങൾക്ക് അത്രയും ഇഷ്ടമായിട്ട് ചെറിയ പൈസ വേണ്ടും കൊടുത്ത് വാങ്ങുകയും ചെയ്യാം. പക്ഷേ എൻ്റെ അഭിപ്രായം ഫ്രീ ഉള്ള ഉപയോഗിച്ചാൽ മതി, ഫ്രീ അല്ലാത്ത ഉപയോഗിക്കേണ്ടെന്ന്. സംഭവം ഈ വാൾപേപ്പർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുത്തേക്കട്ടോ. അപ്പോൾ നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.